Hi students, welcome back. Today we are going to study MCQ questions from surface areas and volumes. Okay, are you ready? Sixth question. A circus tent is cylindrical to a height of 4 meter. Circus tent ആണ് അത് 4 meter വരെ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും, അപ് ടു 4 meter. അപ്പോൾ നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പ് ഡ്രോ ചെയ്യാം. അപ്പോൾ അപ് ടു 4 meter വരെ സിലിണ്ടറിക്കൽ ഷേപ്പാണ് ആൻഡ് കോണിക്കൽ എബവ് ഇറ്റ് ആൻഡ് ദി റിമൈനിങ് പാർട്ട് ഈസ് കോണിക്കൽ. ഓക്കെ, ദെൻ if its diameter is 105 meter, diameter is 105 meter, this is the diameter, so diameter is 105 meter and the height of the cylindrical part, that is 4 meter, height is equal to 4 meter. Then slant height is 40 meter, slant height, ഇതാണ് slant height എന്ന് പറയുന്നത്, that is 40 meter, so L is equal to 40 meter. The total area of the canvas required in meter square is, അപ്പോൾ നമുക്ക് ഈ ടെൻറ്റ് മേക്ക് ചെയ്യാൻ വേണ്ട ക്യാൻവാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് സിലിണ്ടർ തന്നിട്ടുണ്ട്, ഹൈറ്റ് ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് സിലിണ്ടർ, that is equal to h is equal to 4 meter. Then diameter of cylinder, diameter of cylinder is equal to 105 meter. Then radius of cylinder is equal to 105 divided by 2 meter. Then slant height of cone, slant height of cone is equal to 40 meter. Then total area is equal to, total area is equal to എങ്ങനെ കാണുന്നത്, CSA of cylinder, CSA of cylinder plus CSA of cone, CSA of cone. Okay, CSA of cylinder means that is 2 pi RH, 2 pi RH plus CSA of cone means that is pi RL. ഓക്കെ, ഇനി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് സി എസ് എ ഓഫ് കോൺ ആൻഡ് സി എസ് എ ഓഫ് സിലിണ്ടർ ആണ്. അപ്പോൾ നമുക്കിവിടെ ദറ്റ് ഈസ് ഈക്വൽ ടു 2 pi ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു 105 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എച്ച് മീൻസ് ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഈസ് ഈക്വൽ ടു 4 plus then pi RL, pi into R, that also 105 divided by 2 into L means slant height, that is 40. ഓക്കെ, നമുക്ക് ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാം, ഈ 2ഉം 40യും ക്യാൻസൽ ചെയ്യാം, അപ്പോൾ നമുക്ക് 20 കിട്ടും. 105 പൈ നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുക്കാം, കറക്റ്റ് അല്ലേ? 105 പൈ നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 4 വരും, ഇവിടെ നമുക്ക് 105 പൈ ഔട്ട് സൈഡിലേക്ക് എടുത്തു, അവിടെ നമുക്ക് 20 വന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 105 ഇൻറ്റു പൈ മീൻസ് ദാറ്റ് ഈസ് 22/7 ഇൻറ്റു 24, കറക്റ്റ് അല്ലേ? 7ഉം 105 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 7 1s are 7, then 3, then 7 5s are 35. നമുക്കിനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 22 ഇൻറ്റു 24, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 2s are 8, 8 4 4, then 8 12 528. then 528 ഇൻറ്റു 15 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് 528 ഇൻറ്റു 15 40, then 4, then 26, then 8, then 2, then 5. We will get 0 12 9 7 7920, that is equal to 7920 meter square. നമുക്ക് ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ എന്ന് നോക്കിക്കേ. 7920 meter square, that is equal to option D. So our answer is D. Okay, understood? ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം പല കുട്ടികൾക്കും ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ മൂലം ക്ലാസ്സുകളൊന്നും കിട്ടാതിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ നമ്മുടെ ക്ലാസ് എത്തട്ടെ, അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്തിടാൻ പറയുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കനുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അവർക്ക് കറക്റ്റ് സമയത്തിന് എത്തിക്കോളും. അപ്പോൾ ടീച്ചർ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിൻ്റെ വീഡിയോസും അവർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 7th question കാണാം.
Okay, then 7th question. The number of solid spheres, each of diameter 6 cm, that could be molded to form a solid cylinder of height 45 cm and diameter 4 cm is. But the number of solid spheres, അപ്പോൾ നമുക്ക് സോളിഡ് സ്പിയറിനെയാണ് നമുക്ക് സിലിണ്ടറായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. സിലിണ്ടറായിട്ട് കൺവേർട്ട് ചെയ്യണം. സ്പിയറിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് സ്പിയർ ദാറ്റ് ഈസ് D1 ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ദെയർഫോർ R1 ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ദാറ്റ് കുഡ് ബി മോൾഡഡ് ടു ഫോം എ സോളിഡ് സിലിണ്ടർ ഓഫ് ഹൈറ്റ്. സിലിണ്ടറിൻ്റെ ഹൈറ്റ് ദാറ്റ് ഈസ് H2 ദാറ്റ് ഈസ് ഈക്വൽ ടു 45 സെൻറ്റിമീറ്റർ ആൻഡ് ഡയമീറ്റർ ദാറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ. സോ D2 ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ദെൻ R2 ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? ഓക്കെ, എല്ലാം സെയിം യൂണിറ്റിലാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് സോളിഡ് സ്പിയേഴ്സ് ആണ്. ഈ എത്ര സോളിഡ് സ്പിയറിനെ നമുക്ക് മോൾഡ് ചെയ്തിട്ട് ഈ കണ്ടീഷൻ വരുന്ന സിലിണ്ടറാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് N സ്പിയറിനെയാണ് നമ്മൾ സിലിണ്ടറാക്കി മാറ്റുന്നത്. അപ്പോൾ അവിടുത്തെ N ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര സോളിഡ് സ്പിയറിനെ നമ്മൾ മോൾഡ് ചെയ്തിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിലിണ്ടറാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? N, നമ്പർ ഓഫ് സോളിഡ് സ്പിയേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ. പറയും, വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്പിയർ. Am I correct? Then what about the volume of cylinder? Volume pi r square h. R here R2, so pi R2 square H2 divided by volume of the sphere that is 4/3 pi R1 cube. We can cancel this pi and pi. Then we will get R2 square. What is R2 square? 2 into 2 into H2 that is 45 divided by 4/3 that is 4 into 3 into R1 cube that is 3 into 3. Okay, then we can cancel these 3 and 3 and we can cancel these 2 and these 4. Then we can cancel these 3 and 45 that is 15. Then we can cancel these 15 and 3. Then we will get 5. So our answer is 5. Okay. So the number of solid spheres is equal to 5. Option എവിടെയാ 5 കിടക്കുന്നത്? That is C. So our answer is C. Understood? Then we can see next question. 8th question. A solid consists of a right circular cylinder with an exact fitting right circular cone placed at the top. അപ്പോൾ നമ്മുടെ ഒരു സോളിഡ് സിലിണ്ടർ ആണ്. ആ സിലിണ്ടറിൻ്റെ മുകളിൽ ഒരു കോൺ എക്സാക്റ്റ് ഫിറ്റിംഗ് ആണ്. കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഒരു കോൺ നമ്മൾ ഫിറ്റ് ചെയ്യണം. എക്സാക്റ്റ് ഫിറ്റ്. ഓക്കെ, ദ ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് h. height of the cone തന്നിട്ടുണ്ട്, that is h. If the total volume of the solid is 3 times the volume of the cone, അപ്പോൾ നമുക്ക് total volume of the solid is equal to 3 times the volume of cone. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, 3 times the volume of cone. Then the height of the circular cylinder is, സർക്കുലാർ സിലിണ്ടറിൻ്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർക്കുലാർ സിലിണ്ടറിൻ്റെ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നമുക്ക് സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമുക്ക് h1 എന്ന് കൊടുക്കാം. റേഡിയസ് രണ്ടിൻ്റെയും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ വോളിയം ഓഫ് ദി സോളിഡ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി കോൺ പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ ആണ്. അപ്പോൾ വോളിയം ഓഫ് ദി കോൺ പ്ലസ് വോളിയം ഓഫ് ദി സിലിണ്ടർ, എന്താ വോളിയം ഓഫ് ദി കോൺ എന്ന് പറയുന്നത്? 1/3 പൈ r square h പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ മീൻസ്
പൈ ആർ സ്ക്വയർ h1. മനസ്സിലായല്ലോ? റേഡിയസ് സെയിം ആണ്, ഹൈറ്റ് കോണിൻ്റെത് h ആണ്, സിലിണ്ടറിൻ്റെത് h1. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു വോളിയം ഓഫ് ദി കോൺ. വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി കോൺ? ദാറ്റ് ഈസ് 1/3 പൈ ആർ സ്ക്വയർ h. നോക്കിക്കേ, നമുക്കിതിനകത്ത് എല്ലായിടത്തും റേഡിയസും അതുപോലെ തന്നെ പൈയും അല്ല, ആർ സ്ക്വയറും പൈയും കോമൺ അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഔട്ട് സൈഡിലേക്ക് എടുക്കാം. ഔട്ട് സൈഡിലേക്ക് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്ത് കളയാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൈ ആർ സ്ക്വയർ ഔട്ട് സൈഡിൽ എടുത്താൽ പിന്നെ ഇവിടെ വരുന്നത് h/3 പ്ലസ് h1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 3യും 3യും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന പൈ ആർ സ്ക്വയർ h എന്നാണ് അല്ലേ? നമുക്ക് പൈ ആർ സ്ക്വയറും ഇവിടുത്തെ പൈ ആർ സ്ക്വയറും കൂടെ ക്യാൻസൽ കളയാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് h/3 പ്ലസ് h1 ഈസ് ഈക്വൽ ടു h എന്ന് കിട്ടും. നമുക്ക് h1 അല്ലേ കാണേണ്ടത്? അപ്പോൾ നമുക്ക് h1നെ ഇവിടെ ഇട്ടിട്ട് h/3നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ദെൻ h1 ഈസ് ഈക്വൽ ടു LCM എടുക്കുക. 3h മൈനസ് h ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2h/3. സോ ഹൈറ്റ് ഓഫ് ദി സിലിണ്ടറിക്കൽ പാർട്ട് ഈസ് ഈക്വൽ ടു 2h/3. നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ, ബി ആണ് നമ്മുടെ ആൻസർ. ദെയർഫോർ അവർ ആൻസർ ഈസ് ബി. അണ്ടർസ്റ്റുഡ്? മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ കുറേ പ്രോബ്ലം ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല എക്സ്പേർട്ട് ആവും, നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ദെൻ വി ക്യാൻ സി 9th question. 9th question, a sphere of radius 6 cm is dropped into a cylindrical vessel partially filled with water. The radius of the vessel is 8 cm. If the sphere submerged completely, then the surface of water rises by. അപ്പോൾ നമ്മൾ എ സ്പിയർ ഓഫ് റേഡിയസ് 6 cm ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ സിലിണ്ടറിക്കൽ വെസൽ. ഇതാണ് നമ്മുടെ സിലിണ്ടറിക്കൽ വെസൽ എന്ന് പറയുന്നത്. ഈ സിലിണ്ടറിക്കൽ വെസലിൽ ഇപ്പോൾ അതിൻ്റെ പാർഷ്യലി ഫിൽഡ് വിത്ത് വാട്ടർ ആണ്. ഇവിടം വരെ വാട്ടർ ഇപ്പോൾ ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്തേക്കാണ് നമ്മളൊരു സ്പിയർ നമ്മളിതിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യുവാണ്. കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ആണ് ഇതിനകത്ത്. അപ്പോൾ നമുക്കറിയാം വാട്ടർ റൈസ് ചെയ്യും. ഈ റൈസ് ചെയ്ത വാട്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയും നമുക്ക് h1 ആയിട്ട് എടുക്കാം. അപ്പോൾ എന്തുമാത്രം വാട്ടറാണ് റൈസ് ചെയ്തതെന്നാണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദി വോളിയം ഓഫ് വാട്ടർ റൈസ്ഡ് ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് ദി സ്പിയർ. കറക്റ്റ് അല്ലേ? വോളിയം ഓഫ് വാട്ടർ റൈസ്ഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ റൈസ്ഡ് ഈസ് ഈക്വൽ ടു volume of the sphere. Volume of sphere. Volume of water raised എന്ന് പറയുന്നത് that is in the form of cylindrical shape ആണ്. അപ്പോൾ നമുക്കിവിടെ പൈ ആർ സ്ക്വയർ h1 ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ സ്പിയർ. ഇവിടെ നമുക്ക് r1 സ്ക്വയർ എന്ന് കൊടുക്കാം. വോളിയം ഓഫ് ദ സ്പിയർ 4/3 പൈ r3. പൈയും പൈയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് h1 ആണ്. r1 സ്ക്വയർ തന്നിട്ടുണ്ട്. r1 സ്ക്വയർ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ആണ്. റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് r1 ഈസ് ഈക്വൽ ടു 8 cm. ദെൻ r മീൻസ് റേഡിയസ് ഓഫ് ദ സ്പിയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 cm. Okay, then we can substitute here. r1 means that is 8, then 8 square means that is 64. h1 is equal to 4/3 r cube. R cube means 6 into 6 into 6. Then h1 is equal to 4 into 6 into 6 into 6 divided by 64 into 3. Okay. Then we can cancel these 3 and 6, then we will get 2. Then we can cancel these 4 and 64, then we will get 1, 4, then 6. Then we can cancel these 2 and 16, that is 8. Then we can cancel these 6 and 8, then we will get here 4 and 3. Here again we can cancel these 6, 3, then we will get 2.
Then 3 into 3 means that is 9. 9 by 2 means that is 4.5. That is 4.5 centimeter. അപ്പോൾ നമ്മുടെ സിലിണ്ടറിക്കൽ വെസലിൽ വാട്ടർ റൈസ് ചെയ്തത് 4.5 സെൻറ്റിമീറ്റർ ആണ്. സോ അവർ ഓപ്ഷൻ ദാറ്റ് ഈസ് എ, ദാറ്റ് ഈസ് കറക്റ്റ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ദെൻ വി ക്യാൻ സി 10th problem. ഓക്കെ, then 10th question. Water flows at the rate of 10 meter per minute from a cylindrical pipe 5 millimeter in diameter. How long will it take to fill up a conical vessel whose diameter at the base is 40 centimeter and depth 24 centimeter? അപ്പോൾ നമുക്ക് വാട്ടർ ഫ്ലോസ് അറ്റ് ദി റേറ്റ് ഓഫ് 10 മീറ്റർ പെർ മിനിറ്റ് ഫ്രം എ സിലിണ്ടറിക്കൽ പൈപ്പ്. അപ്പോൾ സിലിണ്ടറിക്കൽ പൈപ്പിൻ്റെ height of water flowing out through the cylindrical pipe, that height h is equal to അല്ലെങ്കിൽ height h1 is equal to 10 meter. Then we can convert that into centimeter, that is 10 into 100 centimeter. Okay, ഇനി diameter of the cylindrical pipe, diameter that is d1 is equal to 5 millimeter, then r1 is equal to 5 millimeter divided by 2, that is equal to 5 by 20 centimeter. മനസ്സിലായല്ലോ? കാരണം മില്ലിമീറ്റർ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 10 ചെയ്യണം. അപ്പോൾ 5 by 20 സെൻറ്റിമീറ്റർ കിട്ടി. ഇത്രയും നമുക്ക് സിലിണ്ടറിക്കൽ പൈപ്പിൻ്റെയാണ്. സിലിണ്ടറിക്കൽ പൈപ്പിൻ്റെ ഹൈറ്റ് കിട്ടി, സിലിണ്ടറിക്കൽ പൈപ്പിൻ്റെ റേഡിയസ് കിട്ടി. ഇനി നമുക്ക് വോളിയം ഓഫ് ദി വാട്ടർ ദാറ്റ് ഫ്ലോസ് ത്രൂ ദ സിലിണ്ടറിക്കൽ പൈപ്പ്, വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ത്രൂ ദ cylindrical pipe, flows through the cylindrical pipe in 1 minute. Cylindrical pipe in 1 minute. In 1 minute, that is equal to pi into pi r square h. Pi into r square means 5 by 20 the whole square into h means that is 10 into 100. Volume of conical vessel is equal to, volume of conical vessel is equal to 1 by 3 pi r square e. In the case of conical pipe, its diameter is equal to 40 centimeter and height is equal to 24 centimeter. Then volume is equal to 1 by 3 into pi r square, that is 20 into 20 into h means that is 24. Then we will get 3 and 24 cancel 8. Then we will get 20 into 20, 400 into 8. 400 into 8 means that is 3200 pi. Okay, then time is equal to what? Time of flow, that is equal to, time is equal to volume of the conical. Volume of the conical vessel, that is equal to 3200 pi divided by volume of the water that flows through the cylindrical pipe. Volume of the water that flows through the cylindrical pipe means that is pi into 5 by 20 the whole square into 10 into 100. So pi into 5 by 20. 20 നമുക്ക് ന്യൂമറേറ്ററിൽ എഴുതാം. into 5 by 20 into 10 into 100. Okay, we can cancel this 0 and 0 and this 0 and this 0, then this 0 and this 0. Then we can cancel this pi and pi, then 5 and 320 we can cancel there, that is 6 5s are 30, then remainder 2 20, 6 4s are 20,
then 64 into 4. 64 into 4 means 256 divided by 5. This much minutes. Okay, then we can divide this 256 by 5. Then we will get 5 5s are 25. Then 6. 5 1s are 5. Then remainder 1. Then we will get 51 1 by 5 minutes. That is equal to 51. Then 1 by 5 into 60. Okay, that is equal to 51 minutes. Then this we can cancel. That is 12. That is 12 seconds. 51 minutes 12 seconds. ഒന്നുമില്ല, നമ്മൾ ആദ്യമേ കോണിക്കൽ വെസലിൻ്റെ വോളിയം കണ്ടുപിടിക്കുക, പിന്നെ നമ്മൾ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കുക, രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടും. അത്രേ ഉള്ളൂ. എന്നിട്ട് അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നമ്മൾ 51 1 by 5 മിനിറ്റ് എന്ന് കിട്ടി. 1 by 5 മിനിറ്റിനെ നമ്മൾ വീണ്ടും സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 60 ചെയ്തു. അപ്പോൾ നമുക്ക് 12 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ ഗൈസ്, study up to here. The remaining problems we will see in the next class. Until then, bye bye.